നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിൽ വംശവിവേചനത്തിനെതിരെ പ്രതിഷേധവുമായി ആയിരക്കണക്കിന് സാധാരണക്കാർ തെരുവിലിറങ്ങിയതോടെ തീവ്ര വലതുപക്ഷക്കാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് തെരുവുകളിൽ വെറുപ്പിന് മേൽ സ്നേഹം വിജയം നേടിയതോടെ ഇമിഗ്രേഷൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയെത്തിയ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭകർ പിൻവാങ്ങി. 2011 ശേഷമുള്ള ഏറ്റവും വലിയ സന്നാഹമൊരുക്കി പോലീസും പ്രതിഷേധത്തെ തടഞ്ഞു. കർശന നടപടികളുമായി പോലീസ് രംഗത്തെത്തിയതോടെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശമനമാകുന്നു. സ്ഥിതി തൽക്കാലം ശാന്തമായെങ്കിലും അധികൃതർ ജാഗ്രത കൈവിടുന്നില്ല. വംശീയതയ്ക്കെതിരെ ജനം ഒന്നിച്ചതിനും പോലീസിന്റെ ധീരസേവനത്തിനും ലണ്ടൻ മേയർ സാദിഖ് ഖാൻ നന്ദി പറഞ്ഞു. അറസ്റ്റിലായവരെ പ്രക്ഷോഭക്കാരെന്നോ ദേശസ്നേഹികളെന്നോ മര്യാദയുള്ള പൗരന്മാരെന്നോ വിളിക്കാനാകില്ലെന്നും അവർ അക്രമവും കൊള്ളയും നടത്തുന്ന ക്രിമിനലുകളാണെന്നും ലണ്ടൻ പോലീസ് കമ്മീഷണർ മാർക്ക് റോലി ചൂണ്ടിക്കാട്ടി. ബ്രിട്ടനിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിച്ച IS-ൽ ചേർന്ന ഷമീമ ബീഗത്തിന്റെ പൗരത്വം റദ്ദാക്കിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കില്ല. ഇതോടെ തൽക്കാലം വടക്കൻ സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ തന്നെ ഷമീമയ്ക്ക് കഴിയേണ്ടി വരും. 4 വർഷം മുൻപ് സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ IS ഭീകരന്റെ 3ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ ഷമീമ ബീഗം കുഞ്ഞിനെ സുരക്ഷിതമായി വളർത്താനായിരുന്നു ബ്രിട്ടനിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ബംഗ്ലാദേശിൽ നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ 15-അംഗ ഇടക്കാല മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിടുകയും പാർലമെന്റ് പിരിച്ചുവിടുകയും ചെയ്തതിന് പിന്നാലെ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇടക്കാല മന്ത്രിസഭ നിലവിൽ വന്നത്. യുവാക്കളുടെ അഭിരുചിക്കനുസരിച്ച് ക്രിയാത്മക പ്രവർത്തനത്തിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണം നടത്തുമെന്ന് മുഹമ്മദ് യൂനുസ് പറഞ്ഞു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ കലാപകാരികൾ അഴിഞ്ഞാടുന്ന ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ കടുത്ത ഭീതിയിലാണ്. സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ കലാശിച്ച ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന്റെ മറവിൽ നടക്കുന്നത് ന്യൂനപക്ഷ കൂട്ടക്കുരുതി. അടിവസ്ത്രം മാറ്റിനോക്കി മതം മനസ്സിലാക്കി തല്ലിക്കൊല്ലുന്നു. ക്ഷേത്രങ്ങളും ചർച്ചുകളും തല്ലി തകർക്കുന്നു. ആദ്യം കത്തിച്ചത് ഇഫ്താർ വിരുന്നൊരുക്കിയ ക്ഷേത്രം. ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുന്നു. മദ്യനയ കേസിൽ മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. 1.5 വർഷത്തിന് ശേഷമാണ് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. ജാമ്യത്തുകയായി 2 ലക്ഷം കെട്ടിവെക്കണമെന്നും പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിചാരണ തുടങ്ങാത്തതിന്റെ പേരിൽ ദീർഘകാലം ഒരാളെ ജയിലിലിടാനാകില്ലെന്നും അത് മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നും കോടതി പറഞ്ഞു. ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കരുതെന്ന EDയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള. ഒരു മുന്നണിയുമായും സഖ്യത്തിനില്ലെന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ നിലപാട് BJP വിരുദ്ധ കക്ഷികൾക്ക് തിരിച്ചടിയാകും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിൽ രാവിലെ 11:20 കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് പോവുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടാകും. കണ്ണൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയതായി ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനവും പുനരധിവാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 100 കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്ന് ജനകീയ തിരച്ചിൽ നടന്നു. 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ വെള്ളി മെഡൽ. മെഡൽ നേടിയത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര. സ്വർണ്ണ മെഡൽ നേട്ടം പാകിസ്ഥാന്റെ അർഷദ് നദീമിന്. ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം. വാശിയേറിയ പോരാട്ടത്തിൽ സ്പെയിനിനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വിജയക്കുതിപ്പ്. പാരീസിൽ ഇത് ഇന്ത്യയുടെ 4ാം മെഡലാണ്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.